വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ പ്രതിഷേധം ശക്തമാകുന്നു. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചെന്ന് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. അതേസമയം നടന്നത് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ആരോപിച്ചു. വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങി രാഷ്ട്രീയ നേതൃത്വവും കായിക ലോകവുമൊക്കെ രംഗത്തുവന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷയുമായി സംസാരിക്കുകയും വിവരങ്ങൾ തേടുകയും ചെയ്തു. വിനേഷ് ഫോഗട്ടിനെ സഹായിക്കാനുള്ള മാർഗങ്ങൾ തേടണമെന്നും ശക്തമായ പ്രതിഷേധമറിയിക്കാനും മോദി പി.ടി. ഉഷയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിനേഷ് ഫോഗട്ട് ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം വിനേഷ് ഫോഗട്ട് ജയിച്ചപ്പോൾ പ്രശംസിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. വിനേഷ് ഫോഗട്ടിനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിലക്കിയ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുവെന്ന കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്നുമാണ് കായികമന്ത്രിയുടെ പ്രസ്താവന. UWW के नियमों और विनियमों के अनुसार सभी प्रतियोगिताओं के लिए संबंधित श्रेणी के लिए प्रत्येक सुबह वजन माप का आयोजन किया जाता है। अनुच्छेद 11 के अनुसार यदि कोई एथलीट वजन माप प्रथम अथवा द्वितीय में भाग नहीं लेता है अथवा असफल हो जाता है तो उसे प्रतियोगिता से बाहर कर दिया जाता है और बिना किसी रैंक के अंतिम स्थान पर रखा जाता है. ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചെന്നും കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ വിനേഷ് ഫോഗട്ടിന് നൽകിയ സഹായങ്ങൾ മന്ത്രി വിവരിക്കുകയും ചെയ്തു. മന്ത്രിയുടെ പ്രസംഗത്തിന്റെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിനേഷ് ഫോഗട്ടിനൊപ്പമെന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ അന്വേഷണം വേണമെന്ന സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞു. നടന്നത് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയെന്നാണ് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ആരോപിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ശക്തമായ വിമർശനം ഉന്നയിച്ചു. ആരാണ് ഉത്തരവാദിയെന്നും കോച്ചും ഫിസീഷ്യനും അവധി ആഘോഷിക്കാൻ പോയതാണോ എന്നും പഞ്ചാബ് മുഖ്യമന്ത്രി വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.